Okay, starting the next section, section number 54EE. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എനി ക്യാപിറ്റൽ അസറ്റ്, ഒരു എസ് എസ് സിക്ക് അയാളുടെ കയ്യിലുള്ള എനി ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ട് ആൻഡ് ഹീ ഈസ് ഗോയിങ് ടു പർച്ചേസ് ലോങ് ടേം സ്പെസിഫൈഡ് അസറ്റ്. എന്താ വാങ്ങിക്കാൻ പോകുന്നത് ഇവിടെ? ലോങ് ടേം സ്പെസിഫൈഡ് അസറ്റ് ഓഫ് സ്പെസിഫൈഡ് യൂണിറ്റ്സ് എന്ന് വിളിക്കുന്നുണ്ട്. അതായത് സെൻട്രൽ ഗവൺമെൻറ് സ്റ്റാർട്ടപ്പ് ഉണ്ടല്ലോ, സ്റ്റാർട്ടപ്പ് പദ്ധതി. സോ സ്റ്റാർട്ടപ്സിന് വേണ്ടി ഫൈനാൻസ് ചെയ്യുന്നതിനാണ് ഈ സ്പെസിഫൈഡ് യൂണിറ്റ്സ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ സ്പെസിഫൈഡ് യൂണിറ്റ്സിൽ, അതായത് ഈ സ്പെസിഫൈഡ് അസറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആ സ്പെസിഫൈഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് നോട്ടിഫൈഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് ടു ഫൈനാൻസ് സ്റ്റാർട്ടപ്സ് ആയിരിക്കും. ഇപ്പം ഞാനൊരു ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തു, എന്നിട്ട് അതിലുണ്ടാകുന്ന ക്യാപിറ്റൽ ഗെയിൻ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. എവിടെ? ഒരാൾ പുതിയൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുണ്ട്. സോ ഞാൻ അതിലോട്ട് ആ മണി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും യൂണിറ്റ്സ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എക്സംഷൻ കിട്ടുമെന്നാണ് ഈ സെക്ഷനിൽ പറയുന്നത്. ഓക്കെ, സോ ഇവിടെ എഴുതേണ്ടത് ലോങ് ടേം സ്പെസിഫൈഡ് അസറ്റ് നോട്ടിഫൈഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് ടു ഫൈനാൻസ് സ്റ്റാർട്ടപ്സ്. ഓക്കെ, പിന്നെ അതും നമ്മൾ വിത്തിൻ 6 months തന്നെ വാങ്ങിച്ചിരിക്കണം. ഇതേ സാധനം ഇവിടെയും വരും, വിത്തിൻ 6 months ഫ്രം ദ ട്രാൻസ്ഫർ റേറ്റ്. ഇവിടെയും സെയിം ആണ് വരിക. ബട്ട് ഇവിടെ ഇല്ലേ, ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ 2 സ്ഥലത്തും നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കാണുക മാക്സിമം എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് 15 lakh. സോ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള മാക്സിമം എമൗണ്ട് 15 lakh ആയിരിക്കണം എന്ന് പറയുന്നത്. സോ എക്സംഷൻ്റെ മാക്സിമം ആണ് 15 lakh. ഓക്കെ, സോ ഇവിടെ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തത് 50 lakh ആണെന്ന് പറഞ്ഞാൽ എന്താ, 50 lakh വരെ എക്സംഷൻ കിട്ടുമെന്ന് അർത്ഥം. ഒന്നിക്ക് ഇത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മാക്സിമം എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് 50 lakh. ഇനി നിങ്ങൾ വിചാരിക്കുക, അയ്യോ അപ്പോൾ എക്സംഷൻ കിട്ടുന്ന മാക്സിമം എമൗണ്ട് ഓഫ് എന്നാ പറഞ്ഞിരിക്കുന്നത് 50 lakh കേട്ടോ. എക്സംഷൻ കിട്ടുന്ന മാക്സിമം എമൗണ്ട് 50 lakh. സോ ഇതാണ് ആ സംഭവം. ഓക്കെ, നിങ്ങൾക്ക് ഒന്നിക്ക് ഈ ലാംഗ്വേജ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ലാംഗ്വേജ് യൂസ് ചെയ്യാം. ഇതാണ് എനിക്ക് ഈ സംഭവം ഏറ്റവും ഈസിയും ഇതാണ് നല്ലതും. ബട്ട് ഐ പ്രിഫർ യു ടു റൈറ്റ് ദിസ്, ബിക്കോസ് ഇത് നോക്കുന്ന ആൾ ഇത് കണ്ടിട്ട് ഇതെന്താ സാധനം എന്ന് വിചാരിക്കണ്ട. സോ യു യൂസ് ദിസ് വൺ. നിങ്ങൾ ഇത് തന്നെ എഴുതുക കേട്ടോ. സംഭവം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ലിമിറ്റ് എത്രയാണ്? 15 lakhന് അപ്പുറം പോകില്ല. ബട്ട് ഇതാണ് അതിൻ്റെ കണ്ടീഷൻ. ബട്ട് ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഇവിടെയും ഇങ്ങനെ എഴുതിയിരിക്കുന്നത് മാക്സിമം എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് 50 lakh ആയിരിക്കണം. സോ ഇത് എഴുതുക. ബട്ട് കാൽക്കുലേഷൻ്റെ സമയത്ത് ഇതിട്ടിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക കേട്ടോ. തെറ്റാണോ ശരിയാണോ ഒന്നുമല്ല പറയുന്നത്, രണ്ടും ശരിയാണ്. ഇതാണ് കൂടുതൽ നല്ലത്. ബട്ട് ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെയാണ്. അപ്പോൾ വാല്യൂ ചെയ്യുമ്പോൾ പലർക്കും ഒരു കീ ആയിരിക്കും കൊടുക്കുക. അപ്പം ബൈ ചാൻസ് അവർക്ക് ഇതിനെപ്പറ്റി ഭയങ്കരമായ നോളജ് ഉണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. ഓക്കെ, എനിവേ ഇത് എഴുതുക. ഞാൻ വല്ലവരെയും കുറ്റം പറഞ്ഞ പോലെ ആയോ? എനിവേ വാട്ട് എവർ ഇറ്റ് ഈസ് യു റൈറ്റ് ദിസ്. മാർക്ക് കിട്ടണം, നമുക്ക് അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് എഴുതുക. പിന്നെ ഇത് ലോക്ക് ഇൻ പീരീഡ് 5 year, ബട്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് 3 year ആണ്. ബാക്കി ഞാൻ പറയുന്നില്ല. അതുപോലെ CGSൻ്റെ സ്കീമല്ല, ഇത് ഞാൻ പറയുന്നില്ല കേട്ടോ. ITCയുടെ ഒന്നും ഐ എം ലീവിങ് ഇറ്റ്. എനിക്ക് കൂടുതൽ പറയുന്നില്ല. എനി ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് വിറ്റിട്ട് ഇത് വാങ്ങിക്കാം. ഇത് ഇവിടെ എഴുതേണ്ടത് ഈ ഒരു പോയിന്റ്. ഓക്കെ, സോ ഇല്ലുസ്ട്രേഷൻ നമ്പർ 23. ഈ ചാപ്റ്റർ എന്താ തീരാത്തത്? ഇല്ലുസ്ട്രേഷൻ നമ്പർ 23. എല്ലാവരും വിചാരിക്കണം ഇതെന്താ തീരാത്തത്. മിസ്റ്റർ ജെയിൻ സോൾഡ് ഹിസ് റെസിഡൻഷ്യൽ ഹൗസ് വിറ്റ്. സോ ക്യാപിറ്റൽ അസറ്റ് വിറ്റിട്ടുണ്ട്. റെസിഡൻഷ്യൽ ഹൗസ് വിറ്റുവാണെങ്കിൽ അവിടെ വരും സെക്ഷൻ 54 വരും. എപ്പോൾ അത് വിറ്റിട്ട് പുതിയൊരു റെസിഡൻഷ്യൽ ഹൗസാണ് വാങ്ങിച്ചതെങ്കിൽ. ഇതൊക്കെ ഈ റെസിഡൻസ് എന്നുള്ള വേർഡ് കേൾക്കുമ്പോൾ തന്നെ മിന്നി മറിഞ്ഞ് പോകണം മനസ്സിൽ. ഒറിജിനൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ തന്നിട്ടുണ്ട്, വൈൽ ദ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും തന്നിട്ടുണ്ട്. പിന്നെ ഹീ സ്പെൻഡ് 5 lakh as കമ്മീഷൻ ഓൺ ട്രാൻസ്ഫർ. ഓക്കെ, ഹീ മെയ്ഡ് പർച്ചേസ് ദ ഫോളോയിങ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, ഇയാൾ ഇത് വിറ്റിട്ട് നടത്തിയിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റാണ് പറഞ്ഞിരിക്കുന്നത്. പുതിയൊരു റെസിഡൻഷ്യൽ ഹൗസ് വാങ്ങിച്ചിട്ടുണ്ട്. സോ സെക്ഷൻ നമ്പർ 54 അപ്ലിക്കബിൾ. ഇൻവെസ്റ്റഡ് ഇൻ ബോണ്ട്സ് ഓഫ് NHA. സോ 54 EC വരും. പവർ ഫൈനാൻസ് കോർപ്പറേഷൻ 54 EC. ലോങ് ടേം ബോണ്ട് സ്പെസിഫൈഡ് അണ്ടർ സെക്ഷൻ 54 EE, അതായത് ഈ സെക്ഷൻ. അപ്പോൾ ഈ സെക്ഷനിലെ ഡിഡക്ഷൻ കിട്ടും. നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ ഫോർ ദി അസസ്മെൻറ്റ് ഇയർ 2021. വാട്ട് വിൽ ബി ദ പൊസിഷൻ ഇഫ് ദ SSC ഇസ് എ ലിമിറ്റഡ് കമ്പനി? SSC കമ്പനി ആണെങ്കിൽ എന്തായിരിക്കും ചേഞ്ച്? ഈ മിസ്റ്റർ ജെയിൻ ഇൻഡിവിജ്വൽ ആണെങ്കിൽ എന്തായിരിക്കും കേസ് എന്ന് രണ്ടും ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, ഇത് ഞാൻ ചെയ്യൂല. ഇവിടെ ശ്രദ്ധിച്ചോ, ഇവിടെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ 5,20,000 ആണ്. ഇതിൽ നിന്ന് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ ലെസ് ചെയ്യുക. കോസ്റ്റ് ഓഫ് എക്വിസിഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഇൻഡെക്സ് ചെയ്ത കോസ്റ്റ് തന്നിട്ടുണ്ട്. സോ 9 lakh.
അതിൽ നിന്ന് എന്തും കൂടെ നമുക്ക് ലെസ് ചെയ്യാൻ പറ്റും, സെല്ലിംഗ് എക്സ്പെൻസും കൂടെ. സോ രണ്ടും കൂടെ ഇവിടെ ആഡ് ചെയ്തെന്നേ ഉള്ളൂ. നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ലെസ് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ ലെസ് എക്സ്പെൻസ് എന്നിട്ടാൽ നിങ്ങൾക്ക് ഇവിടെ നെറ്റ് കൺസിഡറേഷൻ കിട്ടും. ഓക്കെ, നെറ്റ് കൺസിഡറേഷന് നമുക്ക് ഡിഡക്ഷൻസ് നോക്കാം. ആദ്യം നമുക്ക് സെക്ഷൻ നമ്പർ 54ൻ്റെ ഡിഡക്ഷൻ എഴുതാം. 3,33,80,000. പിന്നെ വരും ഇത് എക്സംഷൻ കിട്ടും, ഇതും എക്സംഷൻ കിട്ടും. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് അവരിവിടെ എഴുതിയിട്ടുണ്ട് 41 lakh, ബിക്കോസ് രണ്ടും ഒരേ സെക്ഷൻ ആയതുകൊണ്ട്. പിന്നെ ഇവിടെ ഈ എന്നുള്ള ഡിഡക്ഷന് നമുക്ക് കിട്ടും 70 lakh. ഓക്കെ, പറയാം ഇവിടെ നമ്മൾ 70 lakh ഇടും. ഞാനതിവിടെ എഴുതിയിട്ടുണ്ട്. ഫുൾ വാല്യൂ ഇവിടം വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്ന് സെക്ഷൻ നമ്പർ 54 റെസിഡൻഷ്യൽ ഹൗസ് വാങ്ങിച്ചതിന് ലിമിറ്റ് ഒന്നുമില്ല. 3 lakh, സോറി ഇവിടെ ഞാൻ 5 crore തന്നെയാണ് പറഞ്ഞത് നേരത്താന്ന് എനിക്ക് സംശയമുണ്ട്. 5 crore 20 lakh ആണ്. 5 crore 20 lakh, 5 crore 20 lakh. അതേപോലെ ഇവിടെയും 90 lakhs ആണ് ഇവിടെ വരുന്നത്. അതേപോലെ 5,20,000. സോ ഇവിടെ നോക്കണേ, ഞാൻ പറഞ്ഞ തെറ്റിയോ സംശയമുണ്ട്. സോ അവിടെ അണ്ടർ സെക്ഷൻ 54 നമുക്ക് ഡിഡക്ഷൻ കിട്ടും 3,33,80,000. 54 ECയിൽ നമുക്ക് ഡിഡക്ഷൻ കിട്ടും 41,000. അതുടെയും സബ്ജക്റ്റ് ടു എ ലിമിറ്റ് 50 lakh ആണ്. ബട്ട് 50 lakh ക്രോസ് ചെയ്തിട്ടില്ല. ബട്ട് ഇവിടെ നമ്മളോട് 70 lakh ആണ് അവർ തന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 70 lakh ആണ് അല്ലേ, ഈ പ്രകാരം. സോ 70 lakh വരെ പറ്റൂല, നമുക്ക് എത്ര വരെ പറ്റുള്ളൂ, അപ് ടു മാക്സിമം 50 lakh. സോ ഇവിടെ 50 lakh എഴുതാൻ പാടില്ല. ഇത് ചെയ്യുമ്പോൾ ഇവിടെ ഇനി എന്തുണ്ടാവില്ല, വേറെ പൈസയൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഇതിനേക്കാളും കൂടുതലായിരിക്കും. ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, സോ ഇവിടെ ടാക്സബിലിറ്റി നില്ല് വരും. ഇനി ഇതേ SSC കമ്പനി ആണെങ്കിൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരും. ഇവിടം വരെ ഒരു മാറ്റവും ഇല്ല. 4 crore 24,80,000 വരെ ഒരു മാറ്റവും ഇല്ല. ഇതേ എമൗണ്ടിൽ ഒരു മാറ്റവും ഇല്ല. ഇവിടെ നമ്മൾ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യുമ്പം നമുക്കിവിടെ സെക്ഷൻ നമ്പർ 54 ഡിഡക്ഷൻ കിട്ടൂല. അതെന്താ കിട്ടാത്തത്? സെക്ഷൻ നമ്പർ 54 ആയിരിക്കും ആപ്ലിക്കബിൾ, ഇൻഡിവിജ്വലിനും HUFനും മാത്രം, കമ്പനി SSCക്ക് ഇല്ല. സോ നമ്മുടെ സെക്ഷൻ നമ്പർ 54 EC NESSC ആണ്, EEയും NESSC ആണ്. സോ ഈ രണ്ട് ഡിഡക്ഷനും കിട്ടും. 54ന് ഡിഡക്ഷൻ കിട്ടൂല, ഇതിൻ്റെ ഡിഡക്ഷൻ കിട്ടും. 54 ECൻ്റെ ഡിഡക്ഷനും കിട്ടും, 54 EEൻ്റെ ഡിഡക്ഷൻ. EEൻ്റെ ഡിഡക്ഷൻ ഇതിന് മാക്സിമം ലിമിറ്റ് ഉണ്ട്, അത് നോക്കുക. സോ 3,33,80,000 ടാക്സ് കൊടുക്കണം ഇഫ് ഈസ് എ കമ്പനി SSC. ഇവിടെ രണ്ടായിട്ട് ചെയ്തിട്ടുണ്ട്, ഇതുപോലെ ചെയ്യുക വരഞ്ഞിട്ട്. ഓക്കെ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, നൗ യുവർ നെക്സ്റ്റ് സെക്ഷൻ നമ്പർ 54F. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സെയിം, ഇൻഡിവിജ്വലിന് HUFന് മാത്രമാണ് NESSC എന്നുള്ള കോൺസെപ്റ്റ് ഇല്ല. ബിക്കോസ് ഇത് ന്യൂ റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടീൻ്റെ കേസാണ് വരുന്നത്. ഇവിടെ നിങ്ങൾ ഓർമ്മിക്കേണ്ടത്, ഈ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ HUF എനി ലോങ് ടേം അസെറ്റ്, എനി ലോങ് ടേം ക്യാപിറ്റൽ അസെറ്റ് എക്സെപ്റ്റ് റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി, റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി അല്ലാത്ത വേറെ എന്തെങ്കിലും ഒരു ക്യാപിറ്റൽ അസെറ്റ് വിൽക്കുക, ട്രാൻസ്ഫർ ചെയ്യുക, അതിൽ നിന്നുണ്ടാവുന്ന ക്യാപിറ്റൽ ഗെയിൻ യൂസ് ചെയ്തിട്ട് പുതിയൊരു ഹൗസ് പ്രോപ്പർട്ടി വാങ്ങിക്കുക. ഓക്കെ, പുതിയൊരു ഹൗസ് പ്രോപ്പർട്ടി വാങ്ങിക്കുകയാണെങ്കിൽ ഹീ ക്യാൻ ക്ലെയിം എക്സംഷൻ. അതാണ് സെക്ഷൻ നമ്പർ 54F പറയുന്നത്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇയാളെ കയ്യിൽ വേറെ ഒരു ഹൗസും ഉണ്ടാവാൻ പാടില്ല. ഈ പുതിയ വാങ്ങിക്കുന്ന ഹൗസ് അല്ലാണ്ട് വേറെ ഒരു ഹൗസ് പോലും ഇയാളെ കയ്യിൽ ഉണ്ടാവാൻ പാടില്ല. വെരി ഇമ്പോർട്ടൻസ്. ഇവിടെ നോക്കിക്കോ, SSC does not own more than one residential house other than mentioned below. അതായത് പുതിയൊരു ഹൗസ് വാങ്ങിക്കാന്ന് പറഞ്ഞില്ല, അതല്ലാണ്ട് വേറൊരു ഹൗസും ഇയാളെ കയ്യിൽ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, സോ സെക്ഷൻ 54F എനി ലോങ് ടേം ക്യാപിറ്റൽ അസെറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പോവാണ്. ബട്ട് ഏതൊഴിച്ച് റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി അല്ലാത്ത വേറെ എന്തൊരു അസെറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ട് പുതിയൊരു റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി വാങ്ങിക്കുകയാണ്. ഇവിടെ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി വിറ്റ് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി വാങ്ങിക്കലാണ്. ഇവിടെ എനി അസെറ്റ് വിറ്റിട്ട് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി വാങ്ങിക്കുകയാണെങ്കിൽ എക്സംഷൻ കിട്ടും. വൺ ഹൗസ് മാത്രം എന്നുള്ള പോയിന്റ് ആലോചിക്കാം. അതേപോലെ ഇവിടെ വിത്തിൻ ഈ സാധനമില്ലേ, പർച്ചേസ് വിത്തിൻ 1 year ആൻഡ് ബിഫോർ 2 year, ആ സാധനം ഇവിടെ വരും. കൺസ്ട്രക്ഷൻ പീരീഡ് 3 year. ഇതേ സാധനം എടുത്തിട്ട് ഇവിടെ എഴുതണം ടൈം ലിമിറ്റിൽ. ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇനി നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചതുപോലെയല്ല, ക്യാപിറ്റൽ ഗെയിൻ എക്സംഷൻ കണ്ടുപിടിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഇട്ടിട്ട് വേണം നമ്മൾ എക്സംഷൻ കണ്ടുപിടിക്കാൻ.
ഓക്കെ, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഈ സാധനം വിറ്റിട്ടുള്ള ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഇൻറ്റു പുതിയ ഹൗസ് പ്രോപ്പർട്ടിയിലോട്ട് ഇൻവെസ്റ്റ് ചെയ്തത് ഇൻറ്റു ചെയ്യുക, ഡിവൈഡഡ് ബൈ നെറ്റ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ ഫുൾ വാല്യൂ കൺസിഡറേഷന് എന്തെങ്കിലും സെല്ലിംഗ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ എക്സ്പെൻസ് മൈനസ് ചെയ്തിട്ട് കിട്ടുന്നതിനല്ലേ നെറ്റ് കൺസിഡറേഷൻ എന്ന് വിളിക്കുക. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് തന്നെ നെറ്റ് കൺസിഡറേഷൻ എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇല്ലടാ, അതെന്നെ എടുത്തിട്ട് കാണിച്ചിരുന്നു. അതവിടെ ഈ നെറ്റ് കൺസിഡറേഷൻ, ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്തിട്ടുള്ള നെറ്റ് കൺസിഡറേഷനാണ് ഡിനോമിനേറ്ററിൽ വരിക. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ എക്സംഷൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കുക. ഈ ഒരു എമൗണ്ട് ആയിരിക്കും എക്സംപ്റ്റഡ്. ഇവിടെയും ലോക്ക് ഇൻ പീരീഡ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അറിയില്ല, എനിവേ 3 year ആണ് ലോക്ക് ഇൻ പീരീഡ്. 3 year ആണ് ലോക്ക് ഇൻ പീരീഡ്. ഓക്കെ, ആൻഡ് CAGS സ്കീം അവൈലബിൾ ആണ്. സോ നിങ്ങൾ ROI റിട്ടേൺ ഫയലിംഗ് ഡേറ്റിന് മുന്നേ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കൊണ്ടുപോയിട്ട് ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിൽ നിക്ഷേപിക്കാം, നിങ്ങൾക്ക് എക്സംഷൻ ക്ലെയിം ചെയ്യാം. സോ ഇത്രയും പോയിന്റ് ഓർമ്മിക്കുക. ഇതിൽ ഒരു ഹൗസ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് ഈ പ്രോബ്ലം ചെയ്ത് നോക്കാം. മിസ്റ്റർ റെഡ്ഡി ഈസ് എ റെസിഡൻറ്റ് ഓഫ് ഡൽഹി. ഹീ ലിവ്സ് ഇൻ എ റെൻറ്റഡ് ഹൗസ്. സോ ഇയാളുടെ കയ്യിൽ വേറെ ഹൗസൊന്നുമില്ല, റെൻറ്റഡ് ഹൗസിലാണ് താമസിക്കുന്നത്. ഒരു ജ്വല്ലറി ഉണ്ടായിരുന്നു, ഏപ്രിൽ 2001 വാങ്ങിച്ച ജ്വല്ലറി. ആ ജ്വല്ലറി ഇയാൾ ഇതിന് വിറ്റു. 26,86,000 കിട്ടി. എന്നിട്ട് ആ കിട്ടിയതിനെ കൊണ്ട് ഇയാൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇത് സിറ്റുവേഷൻ 1 ആയിട്ട് എടുക്കാൻ പറയുന്നത്, ഇതിൻ്റെ കാൽക്കുലേഷൻ വേറെ, അടുത്ത സിറ്റുവേഷൻ ഇത്, അടുത്ത സിറ്റുവേഷൻ ഇത്, അങ്ങനെ 3 സിറ്റുവേഷൻസ് ആയിട്ട് നിങ്ങൾ ഈ പ്രോബ്ലം ചെയ്യണം. ഇൻ ദ ഫോളോയിങ് സിറ്റുവേഷൻസ് എന്നാണ്. അപ്പം ഇത് സിറ്റുവേഷൻ 1, ഇത് സിറ്റുവേഷൻ 2, ഇത് സിറ്റുവേഷൻ നമ്പർ 3. ഓക്കെ, സോ ഞാൻ ആദ്യം ഇത് നോക്കാം. പർച്ചേസ് 2 റെസിഡൻഷ്യൽ ഹൗസ് ഫോർ ₹3 lakh. സോ ഞാൻ ആദ്യം തന്നെ ഇവിടെ എഴുതട്ടെ. നമുക്ക് ആദ്യം ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കണം. അപ്പം ഞാൻ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എഴുതി. ഇല്ലുസ്ട്രേഷൻ നമ്പർ 24. എത്രയാൾക്ക് വിറ്റിട്ട് കിട്ടിയത്? ജ്വല്ലറി വിറ്റിട്ട് കിട്ടിയത്. ജ്വല്ലറി ഒരു ക്യാപിറ്റൽ അസറ്റാണ്. സോ ക്യാപിറ്റൽ അസറ്റ് വിറ്റിട്ട് ഇയാൾക്ക് ഇത്ര കിട്ടി. ഇതിൽ നിന്ന് നമ്മൾ കോസ്റ്റ് ഓഫ് എക്വിസിഷൻ ലെസ് ചെയ്യണം. സോ ഇൻഡെക്സ്ഡ് കോസ്റ്റ് വരും, ബിക്കോസ് ലോങ് ടേം ആണ്. സോ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ ഞാനിവിടെ ഓൾറെഡി കോപ്പി ചെയ്ത് എഴുതുവാണ്. 24,08,000. സോ ഇവിടെ കിട്ടിയിരിക്കുന്ന ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 2,78,000 ആണ്. സോ ഇതിന് എക്സംഷൻ കിട്ടണമെങ്കിൽ ഇതിൽ വരുന്ന ഫസ്റ്റ് വൺ പർച്ചേസ്ഡ് 2 റെസിഡൻഷ്യൽ ഹൗസ്, 2 എണ്ണം വാങ്ങിച്ച്. നമുക്ക് സെക്ഷൻ 54F കിട്ടുമെന്നും എങ്ങനെയാണെങ്കിൽ ഒരെണ്ണേ ഉള്ളൂ എങ്കിൽ, അപ്പോൾ ഇവിടെ 2 എണ്ണം ഉണ്ട്. സോ നമുക്ക് E4 കിട്ടൂല, 54F കിട്ടൂല. സോ ഇവിടെ നില്ല് വരും. സോ യു ഹാവ് ടു പേ ടാക്സ് ഫോർ ദ ഫുൾ എമൗണ്ട്. എക്സംഷൻ ഇല്ല, ബിക്കോസ് ഇവിടെ എത്ര ഹൗസ് വാങ്ങിച്ച് 2 ഹൗസ് പ്രത്യേകം പറയുന്നുണ്ട്, 1 ഹൗസേ പാടുള്ളൂ. സോ ഇത്രയും അയാൾ ടാക്സ് കൊടുക്കണം. ഇനി രണ്ടാമത്തെ കേസ്, ഒരു പർച്ചേസ്ഡ് ആ റെസിഡൻഷ്യൽ ഹൗസ്. അപ്പോൾ റെസിഡൻഷ്യൽ ഹൗസ് 1 വാങ്ങി. അപ്പോൾ ഇവിടം വരെ സ്റ്റെപ്പ് ഇത് തന്നെ. ഇവിടുന്ന് സെക്ഷൻ നമ്പർ 54Fൻ്റെ എക്സംഷൻ കിട്ടും. എത്ര പൈസക്ക് അയാൾ വാങ്ങിച്ചത്? 30 lakhs. സോ കാൽക്കുലേഷൻ വരും. എങ്ങനെയാണ് കാൽക്കുലേഷൻ? എക്സംഷൻ്റെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. അപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എത്രയാണ്? 2,78,000 ഇൻറ്റു എമൗണ്ട് ഇൻവെസ്റ്റഡ്. പുതിയ വീട്ടിലേക്ക് എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത? 30 lakh ഡിവൈഡഡ് ബൈ നെറ്റ് കൺസിഡറേഷൻ. ഇവിടെ നെറ്റ് കൺസിഡറേഷൻ ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ, ബിക്കോസ് സെല്ലിംഗ് എക്സ്പെൻസ് ഒന്നുമില്ല. ഇതൊന്ന് ചെയ്തേ. ഓക്കെ, നമുക്കിത് ചെയ്ത് കഴിഞ്ഞാൽ 3,10,498 കിട്ടും. 3,10,498. ബട്ട് നമുക്കിവിടെ മാക്സിമം ഇവിടെ എത്രയേ ഉള്ളൂ? 2,78,000. സോ നമുക്കിവിടെ ഫുള്ളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. സോ ടാക്സബിൾ എമൗണ്ട് നില്ലായിരിക്കും. ഇത്രയുണ്ട് നമുക്ക് എക്സംഷൻ, ബട്ട് നമുക്ക് ഇവിടെ എമൗണ്ട് അവൈലബിൾ ഇത്രയേ ഉള്ളൂ. സോ ദിസ് വൺ നിൽ. ഓക്കെ, അടുത്തത് സെയിം. അടുത്ത സിറ്റുവേഷൻ, ഇയാൾ റെസിഡൻഷ്യൽ ഹൗസ് യൂസ്ഡ് 13 lakh ടു പർച്ചേസ് 1 റെസിഡൻഷ്യൽ ഹൗസ് ഇൻ വില്ലേജ് ആൻഡ് ഡിപ്പോസിറ്റഡ് ദ ബാലൻസ് ഇൻ ബാങ്ക്. ബാങ്കിൽ ബാലൻസ് ഇട്ടാൽ, ബാങ്കിൽ കൊണ്ടുപോയിട്ടാൽ നമുക്കൊന്നും കിട്ടൂല. അതേത് അക്കൗണ്ട് തന്നെ കൊണ്ടുപോയിടണം? CGASൽ തന്നെ കൊണ്ടുപോയിടണം. ഇവിടെ ഞാൻ ശ്രദ്ധിച്ചോ, ഇവിടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 2,78,000 വരെ സെയിം സ്റ്റെപ്സ്. ഇതിൽ നിന്ന് നമുക്ക് അണ്ടർ സെക്ഷൻ 54Fൻ്റെ എക്സംഷൻ കിട്ടും. എങ്ങനെയാ? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഇൻറ്റു
എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തത്? 13 lakh ഡിവൈഡഡ് ബൈ സെയിൽ കൺസിഡറേഷൻ. സെയിൽ കൺസിഡറേഷൻ 26,86,000. ഇത് ചെയ്ത് നോക്കിയാട്ട് എത്ര കിട്ടാം? ഇതാ കിട്ടുക. നമ്മളതിനെ റൗണ്ട് ചെയ്തു, നിയറസ്റ്റ് സീറോയിലോട്ട് കൊണ്ടുവന്നു എന്ന് മാത്രം, 50. സോ ഇത് ക്ലെയിം ചെയ്യാൻ പറ്റും. ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തതിന് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. സോ ഇതിൽ നിന്ന് ഇത് ലെസ് ചെയ്താൽ 143450 ആണെന്ന് തോന്നുന്നു. ഇതായിരിക്കും നമ്മുടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ. ഇവിടെ ആ കാൽക്കുലേഷൻ അവർ ചെയ്തില്ല എന്നേ ഉള്ളൂ. നമ്മൾ അവിടെ ചെയ്തിട്ട് ഇത്ര കിട്ടുന്നുണ്ട്, സോ ഇത്ര പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിച്ചു. അത്രയേ ഉള്ളൂ. സെക്ഷൻ നമ്പർ 54F. ഓക്കെ. നെക്സ്റ്റ് യുവർ സെക്ഷൻ നമ്പർ 54F കഴിഞ്ഞു. ഇനി G. സെക്ഷൻ നമ്പർ 54G. ഇവിടെ വന്നത് ഇവിടെ ശ്രദ്ധിക്കുക. നമ്മുടെ കയ്യിൽ ഒരു ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ഉണ്ട്. ഓക്കെ. അതിപ്പോൾ ഉള്ളത് അർബൻ ഏരിയയിലാണ്. അർബൻ ഏരിയ ടൗൺ ഏരിയ ആണ്. സോ പൊല്യൂഷൻ്റെ പ്രോബ്ലം ഭയങ്കര കൂടുതലായതുകൊണ്ട് ദിസ് ഈസ് ഷിഫ്റ്റിംഗ് ടു റൂറൽ ഏരിയ. ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് റൂറൽ ഏരിയയിലോട്ട് മാറ്റുകയാണ്. സോ റൂറൽ ഏരിയൻ്റെ ഡെവലപ്മെൻറ്റും ആവും, പൊല്യൂഷനിൽ കുറച്ചുകൂടെ കൺട്രോളും വരും. സോ റൂറൽ ഏരിയക്ക് മാറ്റുന്ന സമയത്ത് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് അർബൻ ഏരിയയിൽ നിന്ന് റൂറൽ ഏരിയയിലോട്ട് മാറ്റുന്ന സമയത്ത് ഇപ്പോൾ അർബൻ ഏരിയയിൽ ഇപ്പം വലിയ മെഷീനറീസൊക്കെ ഉണ്ടെന്ന് വെച്ചോ. ഈ വലിയ മെഷീനറി കെട്ടിച്ചു വന്ന് റൂറൽ ഏരിയയിലേക്ക് പോകണ്ടേ. അപ്പോൾ ഇവരെന്ത് ചെയ്യാം? മേ ബി ഈ അസറ്റൊക്കെ അവിടെ തന്നെ ട്രാൻസ്ഫർ ചെയ്തേക്കാം. ക്യാപിറ്റൽ അസറ്റ് ഇങ്ങനെയുള്ള സമയത്ത് ചില ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യും, റൂറൽ ഏരിയയിൽ പോയിട്ട് വേറെ വാങ്ങിക്കുമായിരിക്കും. സോ ആ സമയത്ത് ഇങ്ങനെ വരുന്ന ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ക്യാപിറ്റൽ അസറ്റ്, ഈ സമയത്ത് വരുന്ന ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവുന്ന ക്യാപിറ്റൽ ഗെയിനിന് എക്സംഷൻ കിട്ടും. എപ്പോഴും നമ്മളിവിടെ എവിടെ എത്തി? റൂറൽ ഏരിയയിൽ ഈ സംഭവം ബിസിനസ് അണ്ടർടേക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ അവിടെ നമുക്ക് എന്ത് വേണം? പുതിയ ഈ വിറ്റേന് പകരം അവിടെ വാങ്ങിക്കണ്ട. അപ്പം ന്യൂ ക്യാപിറ്റൽ അസറ്റ് വാങ്ങിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഷിഫ്റ്റിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് എക്സ്പെൻസ്, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ചില എക്സ്പെൻസ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്, ഇന്നതൊക്കെ നിങ്ങൾക്ക് എക്സ്പെൻസ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാം. സോ ഇതിന് വേണ്ടിയിട്ടാണ് ആ ക്യാപിറ്റൽ ഗെയിൻ്റെ പൈസ ചിലവഴിച്ചതെങ്കിൽ നമുക്ക് എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. എത്ര എക്സംഷൻ? സെയിം. ഒന്നിക്ക് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ വിച്ച് എവർ ഇസ് ലോവർ. കാരണം ഇതിനേക്കാളും കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ലോക്കിംഗ് പീരീഡ് 3 year ആണ്. ഈ വാങ്ങിച്ചിരിക്കുന്ന അസറ്റ് 3 വർഷം വരെ കയ്യിൽ വെക്കണം. നമ്മൾ ROI റിട്ടേൺ ചെയ്യുന്നതിനേക്കാളും മുന്നേ ഇത് യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിലോട്ട് നമ്മൾ കൊണ്ടുപോയി ഡിപ്പോസിറ്റ് ചെയ്യണം. ഇനി ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ഇവിടെ ലോങ് ടേം ഓർ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് എന്നാണ് തന്നിരിക്കുന്നത്. ബാക്കി എല്ലാത്തിലും ലോങ് ടേം ക്യാപിറ്റൽ അസറ്റിൻ്റെ ട്രാൻസ്ഫറബിലിറ്റിയാണ് പറയുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എനി എസ് എസ് സി ട്രാൻസ്ഫർ ലോങ് ടേം ഓർ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ഡ്യൂറിങ് ദ ടൈം. എപ്പോഴാണ്? ഷിഫ്റ്റിംഗ് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ഫ്രം അർബൻ ടു നോൺ അർബൻ ഏരിയ. ഈ സമയത്ത് ലോങ് ടേം ആയിക്കോട്ടെ ഷോർട്ട് ടേം ആയിക്കോട്ടെ ആ ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിൻ യൂസ് ചെയ്തിട്ട് ഈ പർച്ചേസ് ന്യൂ ക്യാപിറ്റൽ അസറ്റ് ഓർ എക്സ്പെൻസ് ഫോർ ഷിഫ്റ്റിംഗ് അല്ലെങ്കിൽ എക്സ്പെൻസ് സ്പെസിഫൈഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഹി വിൽ ഗെറ്റ് എക്സംഷൻ. എത്ര? എമൗണ്ട് ഇൻവെസ്റ്റഡ് അല്ലെ ക്യാപിറ്റൽ ഗെയിൻ വിച്ച് എവർ ഇസ് ലോവർ. ഇങ്ങനെ കിട്ടിയിരിക്കുന്ന അസറ്റ്, ഇങ്ങനെ വാങ്ങിച്ചിരിക്കുന്ന അസറ്റ് 3 വർഷം വരെ കയ്യിൽ വെക്കണം. ലോക്കിൻ പീരീഡാണ് 3 year. എമൗണ്ട് യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ CGASൽ ഡിപ്പോസിറ്റ് ചെയ്യണം. ഇനി ഇവിടെ ശ്രദ്ധിച്ചാൽ ഞാനിവിടെ കറണ്ട് അസറ്റ് എന്ന് എഴുതി സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട് ഏതൊക്കെയാണ് കറണ്ട് അസറ്റ് എന്ന്. ഇവിടെ ശ്രദ്ധിച്ചോ, പ്ലാന്റ് വരും, മെഷീനറി വരും, ലാൻഡ് വരും, ബിൽഡിംഗ് വരും. ഫർണിച്ചറൊന്നും വരില്ല. സോ പ്ലാന്റ്, മെഷീനറി, ലാൻഡ്, ബിൽഡിംഗ്. ഇതാ SSC ട്രാൻസ്ഫർ ക്യാപിറ്റൽ അസറ്റ് ലോങ് ടേം ഓർ ഷോർട്ട് ടേം ഇൻ ദ നേച്ചർ ഓഫ് ഏതൊക്കെ? പ്ലാന്റ്, മെഷീനറി, ബിൽഡിംഗ് ഓർ ലാൻഡ്, അല്ലെങ്കിൽ റൈറ്റ് ഇൻ ലാൻഡ് ഓർ ബിൽഡിംഗ്. ബട്ട് ഏത് വരൂല? ഫർണിച്ചർ പോലെയുള്ള സാധനങ്ങൾ വരൂല. അതേപോലെ ഇവിടെ വാങ്ങിക്കുന്ന അസറ്റും എന്തായിരിക്കണം? ഒന്നിക്കൽ പ്ലാന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ മെഷീനറി ആയിരിക്കണം, അല്ലെങ്കിൽ ലാൻഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ബിൽഡിംഗ് ആയിരിക്കണം. സോ ന്യൂ അസറ്റ് പർച്ചേസ് ചെയ്യുന്നതും പ്ലാന്റ്, മെഷീനറി, ലാൻഡ് അല്ലെങ്കിൽ ബിൽഡിംഗ്. ഓക്കെ. സോ അത്രയും കാര്യങ്ങൾ ഓർമ്മിച്ചാൽ യുവർ സെക്ഷൻ നമ്പർ 54G ഇസ് ഓവർ. സോ ഷിഫ്റ്റിംഗ് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ഫ്രം അർബൻ ടു നോൺ അർബൻ. ഇവിടെ ലോങ് ടേമും ഷോർട്ട് ടേമും വരും. ഇനി SSC. സോ ഇതാണ് സംഭവം. ഓക്കെ. നൗ അതിന് പ്രോബ്ലം ഉണ്ടോ? അതിനും പ്രോബ്ലം ഉണ്ട്. എല്ലാത്തിനും പ്രോബ്ലം ഉണ്ടല്ലോ മക്കളെ.
പ്രതാപ് ഇൻഡസ്ട്രീസ്. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് വേണ്ടത് മാത്രം നിങ്ങൾ എടുത്താൽ മതിയേ. ഞാൻ എൻ്റെ കമ്മിറ്റ്മെൻ്റാണ്, ഞാൻ ആ ബുക്ക് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തിരുന്നു. സോ ഞാനത് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്യുന്ന. നിങ്ങൾ നിങ്ങളെ കാലിബറിനനുസരിച്ച് പഠിക്കുക. ബട്ട് എക്സംഷൻസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ തിയറി. പ്രതാപ് ഇൻഡസ്ട്രീസ് മുംബൈ ഷിഫ്റ്റഡ് ദർ അണ്ടർടേക്കിംഗ് ടു റിമോട്ട് വില്ലേജ് വിത്ത് ഇഫക്റ്റ് ഫ്രം 1/1. ഞാൻ ഇതിൻ്റെയൊക്കെ റിവിഷൻ എടുത്തു തരും. ഞാൻ ആ സമയം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ചാപ്റ്റർ എടുക്കുമ്പോൾ ഓരോ ഇയറിലും അതിൽ നിന്ന് ഏതൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെന്നും പറയും. ആ സമയം നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിറ്റി കിട്ടിക്കോളൂ കേട്ടോ. പ്രതാപ് ഇൻഡസ്ട്രീസ് മുംബൈ ഷിഫ്റ്റഡ് റിമോട്ട് വില്ലേജിലോട്ട് മാറ്റുകയാണ്. കണക്ഷൻ വിത്ത് ഷിഫ്റ്റിങ്ങിന് റിലേറ്റ് ചെയ്തിട്ട് ഇയാൾ ഈ പറഞ്ഞിരിക്കുന്ന ലാൻഡ് വിറ്റിട്ടുണ്ട്, പുതിയൊരു സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരു തവണ വായിക്കാം. ഓക്കെ, വായിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ഇത് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ആണ്. ഇവിടെ ഡിപ്രിഷ്യബിൾ അസറ്റ് ഉണ്ടോ നോക്കണം. ഡിപ്രിഷ്യബിൾ അസറ്റ് ആകുമ്പോൾ എല്ലാത്തിനും ഷോർട്ട് ടേം ആണ് വരിക. സോ ഇവിടെ ശ്രദ്ധിച്ചോ, നമ്മൾ ആദ്യം ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ വേണം. പ്ലാന്റ് മാത്രം എടുക്കുവാണ്. പ്ലാന്റിൻ്റെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ 20 lakhs. ഇതിൽ നിന്ന് നമ്മൾ WDV മൈനസ് ചെയ്യണം. WDV തന്നിട്ടുണ്ട് 5 lakh. സോ 5 lakh ഇവിടെ എഴുതി. സോ വി വിൽ ഗെറ്റ് 15 lakh കിട്ടി. 15 lakh ആണ് നമ്മുടെ. സോ അതവിടെ വെക്കുക. അതേപോലെ തന്നെ ലാൻഡിൻ്റെയും ചെയ്യുക, ഫർണിച്ചറിൻ്റെയും ചെയ്യുക. ഫർണിച്ചറിൻ്റെയും ചെയ്യുക. സോ ലാൻഡിൻ്റെ ചെയ്തപ്പോൾ ഇത് കിട്ടിയിട്ടുണ്ട്, ഫർണിച്ചറിൻ്റെ ചെയ്തപ്പോൾ ഇത് കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾ ചെയ്യുക, സെയിം സ്റ്റെപ്സ്. സോ നിങ്ങൾക്കിവിടെ ടോട്ടൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞിട്ട് ഈ കിട്ടിയിരിക്കുന്ന 3 എണ്ണവും കൂടെ ആഡ് ചെയ്യുക. ഇതിൽ നിന്ന് കിട്ടിയ ഗെയിൻ, ഇതിൽ നിന്ന് കിട്ടിയ ഗെയിൻ, ഇതിൽ നിന്ന് കിട്ടിയ ഗെയിൻ. ഓക്കെ, ഇവിടെ സെയിം സ്റ്റെപ്പ് ഫോളോ ചെയ്യുക. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷന് WDV മൈനസ് ചെയ്യുക. ഇവിടെ അതേപോലെ തന്നെ. ബിക്കോസ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഡിപ്രിഷ്യബിൾ അല്ല, ഇവിടെ ബിൽഡിംഗ് ആണോ? ഇവിടെ റിട്ടേൺ ഡൗൺ വാല്യൂ തന്നിട്ടുണ്ട്. സോ നമ്മളത് ബിൽഡിംഗ് ആണെന്നുള്ള അസംഷനിൽ എടുക്കുവാണ്. ലാൻഡിനാണെങ്കിൽ ഡിപ്രിസിയേഷൻ ഇല്ല, ബട്ട് ഹിയർ WDV തന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇത് ബിൽഡിംഗ് ആയിരിക്കും. സോ അവിടെ WDV തന്നെ എടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്കിവിടെ ടോട്ടൽ കിട്ടിയിരിക്കുന്നത് 61 lakh, 3 കൂടെ ആഡ് ചെയ്തിട്ട്. ഈ 61 lakhന്ന് നമ്മൾ എന്ത് എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പോവാണ്? സെക്ഷൻ നമ്പർ 54G പ്രകാരമുള്ള എക്സംഷൻ. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അവിടെ വരുന്നത്. ഹിയർ ഇറ്റ് ഈസ് ഫർണിച്ചർ ഇസ് ദർ കേട്ടോ. ഫർണിച്ചർ ഉണ്ട്, ഫർണിച്ചറിന് എക്സംഷൻ ഇല്ലേടാ. ഫർണിച്ചറിന് എക്സംഷൻ ഇല്ല. സോ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ 61 lakhൽ ഈ ഫർണിച്ചർ എടുക്കാൻ പാടില്ല. സ്പെഷ്യലി പറഞ്ഞിട്ടുണ്ട് പ്ലാന്റ്, മിഷനറി, ലാൻഡ്, ബിൽഡിംഗ് കേട്ടോ. ഫർണിച്ചർ എടുക്കരുത്. ഓക്കെ, സോ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഇവിടെ 61,000 കിട്ടിയത്. ഇതെടുക്കരുത്. ഈ 61,000 നമുക്ക് എക്സംഷൻ ഏതൊക്കെ കിട്ടുന്നു നോക്കാം. പുതിയൊരു പ്ലാന്റ് ആൻഡ് മിഷനറി വാങ്ങിച്ചിട്ടുണ്ട് 10,000. സോ എക്സംഷൻ കിട്ടും 10,000 അല്ല 10 lakh. സോ 10 lakhന് എക്സംഷൻ കിട്ടും. പിന്നെ എന്താണ്? കോസ്റ്റ് ഓഫ് ഷിഫ്റ്റിംഗ് ദ റിമൈനിങ് അസെറ്റ്. സോ 1 lakhനും കിട്ടും. ഇനി ഇപ്പുറത്ത് നോക്കാം. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് പുതിയ വാങ്ങിച്ചിട്ടുണ്ട് എത്ര? 30 lakh. സോ 30 lakhന് എക്സംഷൻ കിട്ടും. പ്ലസ് എക്സ്പെൻസ് ഒന്നും പറയുന്നുമില്ല. സോ ടോട്ടൽ നമുക്ക് എക്സംഷൻ കിട്ടുക ഇത് രണ്ടും. പുതിയ അസറ്റ് വാങ്ങിച്ച കൂട്ടത്തിൽ 40 lakhും കിട്ടും, എക്സ്പെൻസിൻ്റെ കൂട്ടത്തിൽ 1 lakh. സോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒന്നിക്കൽ ന്യൂ അസറ്റ് പർച്ചേസ് ചെയ്ത വകയിൽ നമുക്ക് 40 lakhൻ്റെ ഡിഡക്ഷൻ, ഷിഫ്റ്റിംഗ് സമയത്തുള്ള എക്സ്പെൻസിൻ്റെ 1 lakh ഡിഡക്ഷൻ. സോ ടോട്ടൽ യു വിൽ ഗെറ്റ് 41 lakhൻ്റെ ഡിഡക്ഷൻ കിട്ടും. സോ 41 lakhൻ്റെ ഡിഡക്ഷൻ കിട്ടിയാൽ ബാക്കി 20 lakh എന്താണ്? ടാക്സബിൾ ആണ്. ഓക്കെ, ഇത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഏതിൻ്റെയാണ് ഇത്? പ്ലാന്റ് ആൻഡ് മെഷീനറിൻ്റെയും ലാൻഡിൻ്റെയും കൂടിയിട്ട് 20 lakh. പോരാ, ടോട്ടൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എത്രയാ? പ്ലാന്റ് ആൻഡ് മെഷീനറിൻ്റെയും ലാൻഡിൻ്റെയും കൂടെ 20 lakhും വരും. പ്ലസ് ഫർണിച്ചറിന് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് 5 lakh. ഈ 5 lakhും കൂടെ നമ്മൾ ടാക്സബിലിറ്റിയിൽ വരും. നമുക്ക് എക്സംഷൻ ക്ലെയിം ചെയ്യാൻ ഇത് എടുക്കാൻ പാടില്ല എന്നേ ഉള്ളൂ. ബിക്കോസ് ദിസ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഫോർ എക്സംഷൻ പർപ്പസ്. സോ എക്സംഷൻ പർപ്പസിന് നമ്മൾ ഇത് രണ്ടും കൂടെ എഴുതി ഇതിൽ നിന്നൊക്കെ ലെസ് ചെയ്ത് ഇവിടെ കിട്ടി. ബട്ട് ഫോർ ടാക്സബിലിറ്റി ഫർണിച്ചറും ടാക്സബിൾ ആണ്. സോ നമുക്ക് ടോട്ടൽ 25 lakh ആയിരിക്കും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ അല്ലേ? സിമ്പിളാണടാ. തിയറി നന്നായിട്ട് പഠിച്ചാൽ ടാക്സ് ഇസ് വെരി 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 സിമ്പിൾ.